അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ വെച്ചിട്ടൊരു ഫലൂദ ഉണ്ടാക്കാൻ ഹൈദരാബാദി മാംഗോ ഫലൂദ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, എന്താണ് എല്ലാവരും വിഷയം? നോമ്പൊക്കെ തുറന്നില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് മാങ്ങ, അപ്പോൾ നമ്മൾ രണ്ട് മാങ്ങ ഇതേപോലെ ചെറിയ കട്ടാക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കുക. ഒരു 3 സ്പൂൺ പഞ്ചസാര. മാംഗോ ജെല്ലി ഉണ്ടാക്കാം, ഫലൂദക്ക് ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പാൽ ഒഴിച്ച് നല്ലോണം തിളപ്പിക്കാം. ചൂടായി വന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മാങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഉണ്ടാക്കിയ ഒരു സൂപ്പർ ടേസ്റ്റാണ്, വലിയ എക്സ്പെൻസ് ഒന്നുമില്ല, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. ഓക്കെ, പാല്, മാങ്ങ, പഞ്ചസാര, പിന്നെ ഇത് എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് പാലും ഈ മാങ്ങ ചൂടായി കഴിഞ്ഞാൽ നിങ്ങളൊരു കയ്യിൽ ഒരു 10 ഗ്രാം ഇട്ടാ ചൈന, 10 ഗ്രാമൊന്നും ഉണ്ടാവില്ല, ഒരു 5 ഗ്രാമൊക്കെ ചൈന ഗ്രാസ് ഇത് ഇടും. അധികം ഇടരുത്, കട്ട പിടിക്കും. കൂടുതൽ കട്ട ഇട്ട് നല്ലോണം ചൂടാക്കുക. ഫലൂദക്ക് ആവശ്യമായ സേമിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. വലുതായിട്ട് വേണ്ട ആവശ്യമില്ല, ഒരു 80% വെന്തം കിട്ടാം. അപ്പോൾ നമ്മുടെ മാങ്ങി ചൈന ഗ്ലാസിലെ മിക്സർ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് തണുപ്പിക്കാൻ വെക്കണം. അടിച്ചു വയ്ക്കണം അതുപോലെ. മാംഗോ ഫിഷ് മിക്സറിൽ നമുക്ക് സല്ലാജ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ, സെറ്റാവും. ഇപ്പോൾ ഫലൂദക്ക് ആവശ്യമായ കുറച്ച് കസ്കസ് ഇട്ടാ, കുറച്ച് കസ്കസ് ഇതേപോലെ 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ ഫലൂദക്ക് ആവശ്യമായ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിൽ കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്ലംസ് ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രേപ്പ്, ഒരു മാംഗോ. അപ്പോൾ നമ്മളെ ഫലൂദ സെറ്റ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ആദ്യം നമ്മൾ ജെല്ലി എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടായി, അത് ചെറിയ പീസാക്കുക. മാംഗോ ഫലൂദ, മാംഗോ റോയൽ ഫലൂദ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കസ്കസ് ഗ്ലാസ് ഇട്ട് വെക്കുക. നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച ജെല്ലി ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ വേവിച്ചിട്ട് ശകലം ഉപ്പിട്ട് വേവിച്ച് സേമിയാണ്. കളറൊക്കെ ഉണ്ടെങ്കിൽ സേമിയയുടെ കളർ നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷേ നമ്മൾ നാച്ചുറൽ ആയതിൻ്റെ പേരിൽ കളർ മാറ്റി സേമിയ ഇട്ട്. എന്നിട്ട് നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയുണ്ടല്ലോ. ഫലൂദയ്ക്ക് ഒരു ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും, നട്ട്സ്.
മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം ഒക്കെ ഇട്ട് കൊടുക്കും. കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്, കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. പാലിലേക്ക് കുഴപ്പം ഇരുന്ന് കഴിക്കും. ഞാൻ ഒറ്റ വീഡിയോ എടുത്തിങ്ങനെ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ കാണുന്ന പോലെ വലിയ ഒന്നും പറയാം, എല്ലാ സാധനവും നമ്മളെ വീട്ടിലുണ്ടാവും. ഇതിപ്പോൾ ഐസ്ക്രീം മാത്രം പുറത്ത് മേടിക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടി മിക്സ് ആക്കുക. സെറ്റ് സാധനം വേറെ ലെവല്. ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ അടുത്ത പ്ലേറ്റ് ഇങ്ങോട്ട് വരും, ഒമാനിക്ക് വരും.